കടകംപള്ളിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. വമ്പൻ സ്രാവുകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്. കടകംപള്ളി ഇതറിയില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? രാജ്യാന്തര ബന്ധമുള്ളതിനാൽ CBI വരണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ വമ്പൻ സ്രാവുകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന്. ആ വമ്പൻ സ്രാവുകളെ ചോദ്യം ചെയ്യാതെ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള കാര്യം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ഇതിന് രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും CBI അന്വേഷിക്കണമെന്ന് പറയില്ലേ? SIT മാത്രം വിചാരിച്ചാൽ ഇന്റർനാഷണൽ റെമിഫിക്കേഷൻസ് ഉള്ള ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. സുനിൽ ഐസക് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സുനിൽ, ഇവിടെ പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് പറയുന്ന തരത്തിലേക്ക് ഇപ്പോൾ SIT കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ 3.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. പക്ഷെ പോറ്റിയുമായി മറ്റ് ബന്ധമില്ല, സ്പോൺസർ എന്ന രീതിയിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ കടകംപള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി എന്താകും അടുത്ത നീക്കം എന്നതിൽ ഒരു ആശങ്കയുണ്ട്. CPM ആ ഒരു ആശങ്കയിൽ തന്നെയാണോ? CPM-നെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം നോക്കൂ, CPM നോമിനേറ്റ് ചെയ്തിട്ടുള്ള 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒരു ദേവസ്വം ബോർഡ് അംഗവും ഇപ്പോൾ ജയിലിലാണ്. ആ കാലഘട്ടത്തിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ആ കാലഘട്ടത്തിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സംശയത്തിൻ്റെ മുൾമുനയിലുമാണ്. മാത്രമല്ല, പ്രതിപക്ഷ ആരോപണം വലിയ തോതിൽ കടകംപള്ളിക്കെതിരെ കടുപ്പിച്ചിട്ട് നാളുകളേറെയായി. അതിന് പിന്നാലെയാണ് ഒടുവിൽ SIT കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നിട്ടുള്ള പ്രശാന്തിൻ്റെയും മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് കൂടി എത്തുന്നത്. കടകംപള്ളി പറയുന്നത് നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് SITക്ക് മുമ്പിലും മൊഴിയായി നൽകിയിരിക്കുന്നത്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ നമ്മൾ കേട്ടപ്പോൾ നമുക്കത് മനസ്സിലായി. അതായത് താനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു അപേക്ഷ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് തൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെ എത്തേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ഫയൽ തൻ്റെ മുമ്പിൽ വന്നിട്ടില്ല, അത്തരത്തിലൊരു ഫയൽ താൻ കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു ഫയൽ താൻ ഫോർവേഡ് ചെയ്തിട്ടുമില്ല എന്നാണ് കടകംപള്ളി നൽകുന്ന മൊഴി. മാത്രമല്ല, ഇതിൽ പോറ്റിയുമായി തനിക്ക് ബന്ധമുണ്ട്, പോറ്റിയുമായി പരിചയമുണ്ട്, പോറ്റി ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന നിലയ്ക്ക് പോറ്റിയെ പലവട്ടം കണ്ടിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ താൻ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നോക്കൂ, ഇതിൽ പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഗുരുതരമായ മൊഴി ഈ SITക്ക് നൽകിയിരിക്കുന്നത്. ഈ കടകംപള്ളിയുടെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ അന്ന് പോറ്റി അയച്ചിരുന്നു. 2 അപേക്ഷകളാണ് വന്നത്, ഒന്ന് തനിക്കും മറ്റൊന്ന് ദേവസ്വം വകുപ്പിനും. ആ ദേവസ്വം വകുപ്പിന് നൽകിയ അപേക്ഷ തനിക്ക് ഫോർവേഡ് ചെയ്യുകയാണ് അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി ചെയ്തതെന്നാണ് പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി. എന്തായാലും ആ മൊഴി പൂർണ്ണമായും തള്ളുകയാണ് കടകംപള്ളി. അങ്ങനെയൊക്കെ ആകുമ്പോഴും പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ഈ മൊഴികൾ പൂർണ്ണമായും കടകംപള്ളിയുടെ മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ മൊഴി കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ കടകംപള്ളിയെയും പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. മാത്രവുമല്ല, അറസ്റ്റ് വേണ്ടി വന്നാൽ അറസ്റ്റിലേക്ക് പോലും കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് SIT ഉള്ളത്. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക്, കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് നീണ്ടാൽ CPM-ന് പറഞ്ഞു നിൽക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. മുന്നിൽ വേറെ വഴികളില്ലാത്ത അവസ്ഥയിലേക്ക് CPM എത്തും. ഇപ്പോൾ തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ CPM പറഞ്ഞിരുന്നത് വാസു പാർട്ടിയുടെ ഭാരവാഹിയൊന്നുമല്ല, പാർട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാൾ മാത്രമെന്നാണ്. പക്ഷേ പിന്നീട് രണ്ടാമത് വന്ന അറസ്റ്റ് പത്മകുമാറിൻ്റെതാണ്. പത്മകുമാർ പത്തനംതിട്ട CPM-ന്റെ മുഖമായിരുന്നു. അവിടെ 45 വർഷക്കാലം ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ്. അദ്ദേഹമാണ് ജയിലിലുള്ളത്. പിന്നീട് വന്ന വിജയകുമാറിൻ്റെ അറസ്റ്റിലേക്ക് വരുന്നു. വിജയകുമാർ CPM-ന്റെ സർവീസ് സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ കടകംപള്ളിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കടകംപള്ളി എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, മുൻ മന്ത്രിയാണ്. അങ്ങനെ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടമുണ്ടായാൽ CPM-ന് അത്രമേൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഇനി ഉണ്ടാവാനില്ല എന്ന് പറയാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികളുടെ പ്രധാനപ്പെട്ട കാരണം അത് എങ്ങനെയാണ് CPM പ്രതിരോധിക്കുന്നത്? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ കാരണം
ശബരിമല സ്വർണ്ണക്കൊള്ളയോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളോ വിവാദങ്ങളോ അല്ല എന്ന് പറഞ്ഞു വന്നിരുന്ന CPM-നെ തിരുത്തിക്കൊണ്ട് CPI അടക്കമുള്ള ഘടകകക്ഷികൾ രംഗത്തെത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അവർ കൃത്യമായി പറഞ്ഞു ആ ശബരിമല വിഷയം തന്നെയാണ് പ്രധാനപ്പെട്ട തിരിച്ചടിയായത്. മാത്രവുമല്ല അതിൽ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന CPM നിലപാടും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി, ഭൂരിപക്ഷ സമുദായത്തെ LDF-ൽ നിന്ന് അകറ്റി എന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പൂർണ്ണമായും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർത്താൽ അറിയാം. അതായത് അദ്ദേഹം പറഞ്ഞത് എതിരാളികൾ ഏത് തരത്തിലാണോ ആഗ്രഹിച്ചത് അത്രമേൽ വലിയ ക്ഷീണം ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയിട്ടില്ലെന്നാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ക്ഷീണം ഉണ്ടാക്കിയെന്ന് പറയാതെ പറയുകയാണ് MV ഗോവിന്ദനും CPM-ഉം ചെയ്യുന്നത്. അതായത് പാർട്ടി അത് ഒരു പരിധിവരെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഈ ശബരിമല വിഷയം വീണ്ടും CPM-ന് തലവേദനയായാൽ, അല്ലെങ്കിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങിയാൽ, അറസ്റ്റിലേക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ തിരിച്ചടിയാകുമെന്ന് CPM-ന് അറിയാം. അതുകൊണ്ട് അതിന് അണികളോടെങ്കിലും അവർക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. ആ മറുപടിയുമായി CPM ഈ മാസം തന്നെ ഇറങ്ങുന്നുണ്ട്, ജനുവരി മാസം തന്നെ ഇറങ്ങുന്നുണ്ട്. ഈ മാസം പകുതിയോടുകൂടി വീടുകൾ ഗൃഹസന്ദർശനം ആരംഭിക്കുന്നുണ്ട്. അവിടെ ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, ലോക്കൽ തലത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശബരിമല കേസിൽ പാർട്ടിക്ക് എന്താണോ പറയാനുള്ളത് അത് ജനങ്ങളോട് പറയുക എന്നൊരു തീരുമാനത്തിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. അത് എത്രത്തോളം ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ആണ് ഇനി കാത്തിരുന്നത്. അതാണ്, അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്നത് ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നത് തന്നെയാണ് ചോദ്യം. കാരണം